ഇന്ന് നമ്മളൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ പ്രശാന്ത് ഇത് അവിടെ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിന്ന് എന്തായാലും ഒന്ന് പ്രശാന്തിനെയും പ്രശാന്തിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കാണാം. ഹായ്, നമസ്കാരം. ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് നിൽക്കുന്നത്. ചാലക്കുടിയിൽ എന്റെ പ്രിയ സുഹൃത്തിനായിട്ടുള്ള നമ്മുടെ പ്രശാന്ത്, എല്ലാവരും പല വീഡിയോയിലൂടെ ആനേനെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ള പ്രശാന്ത് അവരുടെ കൂട്ടുകാരും അവരുടെ വർക്ക്ഷോപ്പും ഒരു ആനകളുടെ വലിയൊരു ലോകത്താണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം, എല്ലാം ഒന്ന് പരിചയപ്പെടാം, ഒരുപാട് ആനകളെ കാണാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം. ആനകളെ നിർമ്മിക്കുന്നതിൽ പ്രശസ്തനായിട്ടുള്ള ആളാണ് നമ്മുടെ പ്രശാന്തുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ഒരു അടുപ്പമാണ്. ഞാൻ ആദ്യമായിട്ട് പ്രശാന്തിന് മാത്രമല്ല, പ്രശാന്തിന്റെ കൂടെ നിൽക്കുന്ന സാന്റോ, അതുപോലെ ദിനേഷ്, റോബി, ഇവരെ 4 പേരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദുബായിൽ വെച്ചാണ്. ദുബായിൽ നമ്മുടെ തൃശ്ശൂർ പൂരം അവിടെ നടക്കുന്നുണ്ട്. ആ തൃശ്ശൂർ പൂരത്തിന് വെച്ചിട്ടാണ് നമ്മൾ പ്രശാന്തിനെ ഞാൻ വിളിക്കുന്നതും പ്രശാന്തിനെ നേരിട്ട് കാണുന്നത്. പ്രശാന്തിന്റെ 3 ആനകള് അവിടുത്തെ ദുബായിലുള്ള തൃശ്ശൂർ പൂരത്തിന് പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ ആ ആനയെ കാണാൻ ചെന്നപ്പോഴാണ് ഇവരെ 4 പേരെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ള ആഗ്രഹമാണ് ഇവരുടെ വർക്ക്ഷോപ്പിൽ ഒന്ന് വരണം, ഇവരുടെ വർക്കുകളൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം കിട്ടിയത്. ഇവിടെ ഞാനിപ്പോ എത്തിക്കഴിഞ്ഞു. എന്തായാലും പ്രശാന്തിനെയും കണ്ടു, പ്രശാന്തിന്റെ കൂട്ടുകാരെയും കണ്ടു. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മൾ പ്രത്യേക കുറെ വർക്കുകൾ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു കേന്ദ്രം തന്നെയാണത്. പണ്ട് ഞാൻ ഒരു 10-20 വർഷം മുമ്പൊക്കെ ആനകളെ ഞാൻ ചെയ്തിരുന്നു. അന്ന് ചെയ്ത ആനയും ഇന്നിപ്പോ ഇവര് ചെയ്യുന്ന ആനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ആനകളുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമുക്കത് വരുമ്പോൾ ഓരോ ആനകളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും വലിയൊരു ആനയുടെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിന്റെ ഒരു പുറത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സന്തോഷം. എനിക്ക് ഒരു പ്രശാന്തിന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. എന്തായാലും നമുക്കൊന്ന് കാണാം. മെയിൻ ആയിട്ട് നമ്മൾ ചലിക്കുന്നതിനാണ് ആനയുടെ ഡീറ്റെയിലിംഗ് നമ്മൾ ഇപ്പോഴാണ് ക്ലിയർ ആക്കി തുടങ്ങുന്നത്. ആദ്യം നമ്മൾ എങ്ങനെയെങ്കിലും മെക്കാനിക്കൽ ആക്കാനാണ് ഉദ്ദേശം. എന്റെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷന്റെ പല വർക്കുകളും കണ്ടിട്ട് അതിനെ അനുകരിച്ചിട്ടാണ് നമ്മൾ വർക്കുകൾ ചാടിയത്. സ്റ്റാർട്ടിംഗ് കൊണ്ട് സുരേഷ് പറയുന്നുണ്ട്, ഞങ്ങൾ ചാലക്കുടിയിലാണെങ്കിലും മറ്റേ കല്ലേരി അതിന്റെ ഫ്രണ്ടിലൊക്കെ മറ്റേ ആനയിലേക്ക് വെച്ചേക്കുന്നത് 3 ആനക്കുള്ള പൂരം സുരേഷുണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇത് എങ്ങനെയാണോ സംഭവം. നമ്മള് ചാലക്കുടി അമ്പൂരുന്നാൾ നടക്കുമ്പോഴൊക്കെ ആനകൾ അവിടെ കൊണ്ടുവെക്കാറുണ്ട്. അപ്പോഴാണ് ഈ പ്രസാദി ആനകളെ കണ്ടത്. ഇൻസ്പിറേഷൻ ആനയുടെ ഒരു ചലനം എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു സൈക്കിൾ വീലാണ് നമ്മൾ തുടങ്ങിയത്. മോട്ടർ വെച്ചിട്ട് സൈക്കിൾ വീലിൽ അതിന്റെ മോട്ടറിന്റെ സ്പീഡ് കുറച്ച് ഒരു ലിങ്കുകൾ കൊടുത്തിട്ടാണ് നമ്മൾ വയറിന്റെ അകത്താണ് ഈ സൈക്കിൾ വീലൊക്കെ കിട്ടുക. എന്നിട്ട് തുമ്മിക്കൈ പൊക്കെ ചെവിയാറ്റുകയും തലയാട്ടൊക്കെ ചെയ്യുന്നത് സൈക്കിൾ വീലിന്റെ മെത്തേഡിലായിരുന്നു. പിന്നീടാണ് നമ്മള് പൽചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് ഗിയർ ബോക്സ് വന്നു തുടങ്ങിയത്. ഗിയർ ബോക്സ് വെച്ചപ്പോ ഒരുപാട് ചെറുതായി നമുക്ക് ഈ സ്പീഡ് കുറയ്ക്കാനുള്ള കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പലവിധ വ്യത്യാസങ്ങളും ശരിക്കും മെക്കാനിക്കലായിട്ട് വരുന്നുണ്ട്. ആദ്യം നമുക്ക് കിട്ടില്ല ലോഡ് ഗിയർ ബോക്സുകൾ എല്ലാ ടൈപ്പ് ബോക്സുകളും നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാകാരന്മാർക്കൊപ്പം തന്നെ കുറെ സ്ത്രീകൾക്കും ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് കലാകാരികളായിട്ടുള്ള സ്ത്രീകൾക്കും ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് പ്രശാന്തിനൊപ്പം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും മൂവിങ് ശില്പങ്ങൾ, ആനയുടെ ശില്പങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് പ്രശാന്ത്. ഒരുപാട് ഞാനും പലപ്പോഴും വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പ്രശാന്തിന്റെ ഓരോ ഡീറ്റെയിലിങ്ങും ഓരോ വർക്കുകളുടെ ശ്രദ്ധാപൂർവമായി ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അതിനിടയ്ക്ക് തന്നെയാണ് നമുക്ക് അപൂർവമായിട്ട് ദുബായിൽ വെച്ച് കാണുന്നതും. പിന്നെ അതിനുശേഷമുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ 1-2 ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകൾക്കും ഞങ്ങൾ ഒന്നിക്കാറുണ്ട്. ഇപ്പോഴാണ് ഇവിടെ ഒരു ഷെഡിൽ വരാൻ ഈ വർക്കുകളൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ ആനേനെ മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. നമ്മളെ പുലിയുണ്ട്, അതുപോലെ തന്നെ മാനുകളെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. കുറെ മാനുകളെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിന്റെ എവിടേക്കുള്ളതാണ് ഈ മാനുകൾ? സ്പെയിനിലേക്ക് ഉണ്ടാകാനുള്ള മാനുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആനയും ഉണ്ട് ഒരുപാട്.
വിദേശത്ത് ഒരുപാട് പ്രാവശ്യം എന്താ പറയാ നമ്മുടെ കേരളത്തിൽ നിന്ന് കപ്പല് വഴി ആനകളെ കൊണ്ടുപോയിട്ടുള്ള ഒരാളും കൂടിയാണ് സർക്കസിൽ നമ്മുടെ ആനകൾ ഉപയോഗിക്കും. ഉത്സവത്തിനൊക്കെ നമ്മുടെ യന്ത്ര ആനകൾ ഉപയോഗിച്ച് തുടങ്ങിയുള്ളതാണ്. അതും ആദ്യമായിട്ട് പ്രശാന്തിന്റെ ആനയാണ് പല അമ്പലങ്ങൾ, എത്ര അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്? 15 അമ്പലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രശാന്തിന്റെ ആനകൾ വാങ്ങി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം എന്താ പറയാ ഈ യന്ത്ര ആനകള് വന്നു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി ഭാവിയിൽ ചിലപ്പോ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അമ്പലങ്ങളിലൊക്കെ തന്നെ യന്ത്രാനകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് തന്നെ നമ്മള് ഒരു ആചാരം നശിപ്പിക്കലല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ചില അമ്പലങ്ങൾക്ക് ഒത്തിരി സ്ഥലപരിമിതി ഭയങ്കര കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു മതിൽക്കത്തിന് മുന്നിൽ ചെറിയ സ്ഥലം അവർക്കൊന്നും വരാൻ ഇനി പെർമിഷൻ കിട്ടില്ല. അവർക്കൊക്കെയാണ് മെയിൻ. അതാണ് നമ്മളിപ്പോ ഒരു തൃശ്ശൂർപൂരമായുള്ള സംഭവം നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പലരും ഇതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ കല ഇങ്ങനെ സംഭവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ അതിലൂടെ നമുക്ക് ആനകൾക്ക് ഈ എന്താ പറയാ ഈ ചെറിയ ചെറിയ സ്ഥലത്ത് പരിമിതിയുള്ള അമ്പലങ്ങളിലൊക്കെ അവിടെയൊക്കെ നമ്മൾ അവർക്ക് ഈ ആനകൾ കിട്ടുന്ന സംഭവം കാരണം അവർക്ക് അല്ലാണ്ട് കണക്ഷൻ കിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒറിജിനൽ ആനെടുത്ത് സ്ത്രീകൾക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മളുടെ ആനകൾക്ക് അങ്ങനെ മതമുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ ഉപദ്രവിക്കുകയോ ചെയ്യാത്ത ആനകളാണ്. എന്റെ കുട്ടികളില് എന്താ ചെയ്യുന്നത് അവര് ഒറിജിനൽ ആനയെ കണ്ടാൽ പോയി പിടിക്കാൻ പോവാ. അതാണ് എന്റെ പ്രശ്നം. കാരണം അവരുടെ അവര് ഇതേ കണ്ടിട്ടുള്ളൂ. അവര് വേഗം പോയിട്ട് ഉത്സവപ്പറമ്പിനെ കാണുമ്പോ അവര് അച്ഛൻ്റെ ആണെന്നുള്ളത് പിടിക്കാൻ പോവാ. നമ്മളൊരാചാരത്തെയും വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷെ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. മാത്രമല്ല ഇത് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ യന്ത്രാനകൾ ഉപയോഗിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരുപാട്. അതുമാതിരി നമ്മള് ഒറിജിനൽ ആനകളെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതിപ്പോ ആനകളെ എപ്പോഴും പേടിയാണെന്ന് അവർക്ക് നഷ്ടമില്ല. കൊടുത്ത് അതിനെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇത്രയ്ക്ക് കഴിയുണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന് എന്റെ ഫേസിലാക്കുന്ന അഭിപ്രായം. ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയുണ്ടാവും. അവിടെ പ്രശാന്തിന്റെ വർക്ക്ഷോപ്പിൽ വന്നപ്പോഴാണ് അവിചാരിതമായിട്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരാള്. ഇദ്ദേഹത്തെ ഞാൻ മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്റെ നാട്ടുകാരനാണ്. എന്റെ ഒരു ചിത്രം ഒരു ചുമരില് എന്താ പറയാ കെട്ടിട്ട് കയറിൽ തൂങ്ങി കടന്ന് വരച്ചിട്ടുള്ള ഒരാളാണ്. സുധി മണ്ണാറത്താഴെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരുപാട് ആനകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അന്ന് നേരിട്ട് വന്ന് കണ്ട വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ വന്ന് കാണാൻ പറ്റും. എന്തായാലും ആനകൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ വലിയൊരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ഇപ്പൊ നമ്മുടെ പ്രശാന്തിന്റെ കീഴിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഈ ആനകളെ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ തന്നെ. അക്കൂട്ടത്തിൽ നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ സുധി മണ്ണാർത്താഴവും കൂട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ മകൻ ഉണ്മോന്റെ പേരെന്താണ് പ്രണവ് കൂടിയാണ്. രണ്ടുപേരും കൂടിയാണ് ഈ ഒരു സിമെന്റിൽ ഇദ്ദേഹം സിമെന്റില് പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ആർട്ടിസ്റ്റ് കൂടിയാണ്. എന്തായാലും ഇവിടെ വെച്ച് കണ്ടുപിട്ടിയതിന് വലിയ സന്തോഷം. താങ്ക് യു. തന്നെ ഇവിടെ ഉള്ള എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അതായത് നമ്മുടെ പ്രശാന്തിന്റെ കൂടെ പണിയെടുക്കുന്നത് മിഥുൻ ചെയ്ത വർക്കുകളാണ്. ഇത് MC-യിലാണ് ഈ കാണുന്ന ആന എന്ന് പറയുന്നത്. ചെറിയ ആനയാണ്, വളരെ ചെറിയ ആനയാണ്. ഈ ആന ഉണ്ടാക്കിയിരിക്കുന്ന MC-യിലാണ്. നമ്മള് MC-യിൽ എന്ന് പറഞ്ഞ കടയിലൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും അറിയാമെന്നോ. ഇത് ഫൈബറിലാണ്. ഇതൊക്കെ ഇദ്ദേഹം ഇവിടത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന ഹാർഡ് വർക്കാണ്. ഇത് മാത്രമല്ല ഒരുപാട് വർക്കുകൾ മിഥുൻ ചെയ്യുന്നുണ്ട്. പത്തോടത്തിൽ ഒരുപാട് കലാകാരന്മാരാണ് ഇവിടെ എനിക്ക് വന്നപ്പോ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഇത് മംഗലാംകുന്ന് കർണന്റെ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ആനകളെ എന്താ പറയാ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ആന ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ആനയാണെന്ന് വിചാരിക്കെങ്കിൽ പോലും പക്ഷെ ചില ആനകളെ കൃത്യമായിട്ട് ആ ഒറിജിനൽ ആനയുടെ കൊമ്പും ചെവിയും അതുപോലെ തന്നെ ശരീരത്തിന്റെ ആകൃതികളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അത്തരത്തിലൊരു ആർട്ടിസ്റ്റാണ് നമ്മുടെ മിഥുൻ. ഇപ്പൊ മറ്റൊരു ആർട്ടിസ്റ്റോട് നമുക്ക് പരിചയപ്പെടാൻ പറ്റി ചെറിയേഷ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വർക്കാണ് ഈ കാണുന്നത്. ഈ പൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. മാത്രമല്ല ഈ പൂവ് വിരിയുകയും അണയുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു വർക്കാണ് ഇത്. ഇത് മാത്രമല്ല ഗംഭീര വർക്കുകൾ വേറെ ചെറിയേഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ചാരക്കുടിക്കാരൻ തന്നെയാണ് ഇദ്ദേഹവും നമ്മുടെ പ്രശാന്തിന്റെ കൂടെ ഉണ്ടെന്നുള്ള. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇത് സുധീഷാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹവും നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് കലാകാരന്മാർ. ഏതായാലും അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് കഥകളില് ഈ കത്തിവേഷം കാളി
ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു മ്യൂറൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ വർക്കുകൾ ഇതുപോലെ ഉണ്ട്. ഇവര് രണ്ടുപേരും ഞങ്ങൾ ഒരു ഗ്രൂപ്പിലുള്ളതാണ്. കലാകേരളം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. നേരത്തെ തന്നെ ഞങ്ങള് ഇദ്ദേഹത്തിന്റെ എക്സിബിഷനുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ എക്സിബിഷൻ നടന്നിരുന്നു. അന്ന് പോയപ്പോ ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ പ്രശാന്തിന്റെ കൂടെയുള്ള കലാകാരന്മാരോടൊപ്പമാണ്. ഈ ആനകളുടെ ഒക്കെ ദുഷ്ടാക്കളാണ് ഈ മുഴുവനും ആളുകളും. അപ്പൊ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കരുതുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ